ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു തൈര് കറിയാണ്. അപ്പോൾ നമുക്ക് പാവയ്ക്ക വെച്ച് അധികം കയ്പില്ലാത്ത തൈര് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ വട്ടത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഹാഫാക്കിയിട്ട് എടുത്തതാണ്. നീളത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിനോടൊപ്പം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 8-10 ചെറിയുള്ളി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിക്കൊന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ പാവയ്ക്ക നന്നായിട്ട് വേവും. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3-4 ചെറിയുള്ളി നമുക്ക് അരച്ചെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ കയ്പയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഇതിൽ തേങ്ങ കൂടെ ചേർത്തുകൊണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം വേണം നമുക്ക് 2 ടേബിൾ സ്പൂണും കൂടെ തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര് മിക്സിയിൽ അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ച് ചേർക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 5 മിനിറ്റ് നേരം നന്നായിട്ട് അടച്ച് വയ്ക്കുക. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പാവയ്ക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട്. ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. തൈരൊക്കെ നന്നായി ചേർത്തുകൊണ്ട് അധികം കയ്പില്ലാതെ ഈ ഒരു കറി നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.